മോർണിംഗ് മാളൂസേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അപ്പ അവിടെ റൂമിലാണോ? ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ആ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. എന്താ അങ്കിൾ? കോളേജിൽ സീനിയറായിട്ട് പഠിക്കുന്ന അരുൺ ഭാസ്കറിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ആഹാ, ഇതൊരു കല്യാണ പെണ്ണോ? കേട്ടോ ഗീതേ, നമ്മുടെയൊക്കെ മുന്നിൽ മിണ്ടാപ്പൂച്ച കളിച്ച് നടന്നിട്ട് ദേ ഇവിടെ ഒരാൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? കണ്ണടച്ച് പാല് കുടിച്ചാ ഞങ്ങളാരും അറിയില്ലെന്ന് കരുതിയോ കാന്താരി? അല്ല, ഒരു സംശയം. ഈ രഹസ്യ ഓപ്പറേഷനിൽ ഇവിടുത്തെ അപ്പുമാടത്തിന് എന്താണാവോ റോള്? ഒരു മീഡിയേറ്ററിന്റെയോ അതോ ലോക്കൽ സപ്പോർട്ടോ? എന്താ ഞങ്ങളാരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ആന്റി, നിങ്ങളാരും കരുതുന്ന പോലൊന്നും അല്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. അത് വെറുതെ. പിന്നെ ഇങ്ങനൊരു പ്രപ്പോസലായിട്ട് അവിടെ വരാൻ ആ പയ്യനെന്താ വല്ല സ്വപ്ന ദർശനവും കിട്ടിയോ? ആ, കൂട്ടുപ്രതി വന്നല്ലോ. അതെ, രണ്ടുപേരോടും കൂടി പറയാ. ഇനി രഹസ്യമായ വലിയ പ്ലാനിംഗ് ഒന്നും വേണ്ട. സംഗതി പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീട്ടുകാരായിട്ട് പ്ലാൻ ചെയ്തോളാം. അതെ, ഒരു സംശയം. ഇതുപോലെ പ്രപ്പോസലായിട്ട് ഇവിടെ ആരെങ്കിലും കയറി വരുമോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ പറയണേ. സമയത്തോളം ഞെട്ടൽ ഒഴിവാക്കാമല്ലോ. നീ വാ. ബൈ. ബൈ. അതെ, രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഇവക്ക് പാർലറിൽ പോണം, എനിക്ക് ജിമ്മിലും. അതെ അപ്പുകളി, ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് സമയം കളയാതെ ഇവളുടെ കൂടെ പാർലറിൽ പോയി സുന്ദരിയാകാൻ നോക്കിയാട്ടെ. ഏതെങ്കിലും ഒരു സുന്ദര കുട്ടപ്പൻ ഞങ്ങളെ ഒന്ന് അന്വേഷിച്ച് വന്നോട്ടെ. വാ, ആ ഗേറ്റും തുറക്ക്. ആ മാളുസേ, അരുൺ ഭാസ്കറിനെ ഞാൻ തന്നെ കണ്ടിരുന്നു. ആള് മിടുക്കനാ, ഈ സ്മാർട്ട് ആൻഡ് സിൻസിയർ. എനിക്ക് അയാളെ നല്ലതുപോലെ ബോധിച്ചു. കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും ഉണ്ടായാൽ മതിയായിരുന്നു. മതി അവളെ കളിയാക്കിയത്. നിങ്ങൾ പോയിട്ട് വാ കുട്ടികളെ. VP കഴിക്കാൻ എടുത്തു വെച്ചു. ദേ വരുന്നു. സമയമായല്ലോ. ഇന്നെന്താ ക്ലാസ്സിന് പോകുന്നില്ലേ? ഇല്ല, ഇന്നത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്തു. ഒരു മൂഡില്ല. അവള് കഴിച്ചിട്ടാണോ പോയത്? ആ, അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. മാളൂന് ഇങ്ങനെ ഒരു ആലോചന വന്നു മുരളി വന്ന് പറഞ്ഞപ്പോ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ ഒരാൾക്ക്. മുരളി അശ്വതി മണ്ടത്തരമാണ് കാണിക്കുന്നത്. മാളൂന്റെ ഫ്യൂച്ചർ ഇല്ലാതാകും എന്നൊക്കെ വേവലാതിപ്പെട്ട ആള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മലക്കമറിയെന്ന് ഞാൻ കരുതിയില്ല. എന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റത്തിന് കാരണം? ആ പയ്യൻ അത്രയ്ക്കങ്ങ് ഇംപ്രസ് ചെയ്തു എന്ന് മാത്രമാകില്ലെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല കാരണം തന്നെ വെച്ചോളൂ. എങ്കിൽ പറ, ഞാനും കൂടെ അറിയട്ടെ. ഇതാ, ഞാൻ എന്തുകൊണ്ട് മുരളിയുടെ തീരുമാനത്തിന് അനുകൂലമായൊരു നിലപാടെടുത്തു എന്ന് തനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അന്നത്തെ ആ ഇഷ്യൂവിന് ശേഷം മുരളിയുടെയും അശ്വതിയുടെയും നമ്മളോടുള്ള പെരുമാറ്റം നമുക്കറിയാലോ. പ്രകടമായി കാണിച്ചില്ലെങ്കിലും നമ്മളുമായുള്ള അടുപ്പത്തിന് ഒരു ലിമിറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അത് നമുക്ക് ബോധ്യമായതാണല്ലോ. പക്ഷെ അതിന്റെ ബേസിക് പ്രശ്നം അപ്പും മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ശരിയാ, തെറ്റ് നമ്മുടെ ഭാഗത്തും ഉണ്ട്. അപ്പൂന് നമ്മൾ കുറച്ച് കൂടുതൽ ഫ്രീഡം കൊടുത്തുപോയി. നോ, അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടികൾ വളരേണ്ടത് അവരുടെ ഇഷ്ടത്തിനാ, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയല്ല.
ഞാൻ പറഞ്ഞു വന്നത്, കോളേജിലെ ആ ഇഷ്യൂവിന് മുമ്പ് വരെ പിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർ ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ അതേക്കുറിച്ച് അവർ ബോധേഡായിരുന്നില്ല. പക്ഷെ ആ സംഭവത്തിന് ശേഷം ഈ കൂട്ടുകെട്ട് ഒരു ബാധ്യതയാവുമെന്ന് അവർ പേടിക്കുന്നുണ്ട് ഗീത. ഒരു പരിധിവരെ അവരതിൽ കുറ്റം പറയാനും പറ്റില്ല. നമ്മളോടുള്ള അടുപ്പവും സ്നേഹവും കാരണം അവർക്കത് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്നാൽ അവരുടെ ആശങ്ക നമ്മളെ ഈ അകൽച്ച കൊണ്ട് അറിയിക്കുകയും വേണം. ഇനിയും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് രണ്ട് കുടുംബങ്ങളെയും ബാധിക്കും. ആക്ച്വലി ഇപ്പോൾ വന്ന ഈ പ്രപ്പോസൽ തിടുക്കപ്പെട്ടവരെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് മാളുവിനെ അപ്പുവിൽ നിന്ന് അകറ്റാൻ കൂടിയാണ്. പരസ്പരാധികം ഹർട്ട് ചെയ്യാതെ വളരെ ഡിപ്ലോമാറ്റിക്കായി മുരളി അശ്വതി അതിന് ശ്രമിക്കുന്നു. നമ്മളും അതേപോലെ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ മുതിർന്നവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റിയേക്കും. അതുപോലല്ലല്ലോ കുട്ടികളുടെ കാര്യം. രണ്ടുപേർക്കും ഇപ്പോഴത്തെ ഈ നിയന്ത്രണം തന്നെ ഉൾക്കൊള്ളാനായിട്ടില്ല. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. പതുക്കെ പതുക്കെ ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരണം. ഇപ്പൊ എന്താ അസാധാരണ ഫ്രണ്ട്ഷിപ്പ് അവര് തമ്മില്? അങ്ങനെയല്ല, രണ്ട് അയൽവാസികളുടെ മക്കൾ, അവർ തമ്മിലുള്ള സൗഹൃദം അത്രമാത്രം. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നടക്കുന്നു. നടക്കും, നടത്തണം. അതിന് താൻ കൂടി ഒന്ന് മനസ്സ് വെക്കണം. മതിയാക്കിയോ? ആ മതി.